ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കോംപ്ലിമെൻറ്റിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ലൈഫിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് എന്ത്, കോംപ്ലിമെൻറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരാളെ കാണാണ്, അയാൾ നല്ല അടിപൊളി ഡ്രസ്സിട്ട് വന്നിരിക്കുന്നുണ്ട്, കാണാൻ ഭയങ്കര ഭംഗിയുള്ള, കാണാൻ അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സ്. അപ്പം നമ്മളെന്താണ് സാധാരണ കാണാൻ കൊള്ളാൻ നമ്മൾ മനസ്സിൽ വിചാരിച്ച് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ അതായത് സാധാരണ ഒരു പോക്കാവും. പക്ഷേ അയാളോട് നമ്മൾ പറയാണ്, ഈ ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ, ഈ ഡ്രസ്സിൽ കാണാൻ നിന്നെ കുറച്ചും കൂടി ഭംഗിയുണ്ട് എന്നൊക്കെ അയാളോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് ആ ഡ്രസ്സിനോടും അതുപോലെ തന്നെ നമ്മളോടും ഒരു പ്രത്യേക ഇഷ്ടം തോന്നും. ഇതാണ് ഈ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോംപ്ലിമെൻ്റ് 3 തരത്തിൽ നമ്മുടെ ലൈഫിൽ 3 തരത്തിൽ യൂസ് ചെയ്ത്, അതായത് നമ്മുടെ ഫാമിലി ലൈഫിൽ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ്, സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ ഓരോടൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ പ്രൊഫഷണലായിട്ട് ഈ കോംപ്ലിമെൻ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫാമിലി ലൈഫിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. വീട്ടിൽ കോംപ്ലിമെൻറ്റിനെ കുറിച്ച് വീട്ടിൽ പറയുകയാണെങ്കിൽ, വീട്ടിൽ നമ്മൾ ഉമ്മ നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിന്, ചിക്കൻ കറി നല്ല പത്തിരി. അപ്പോൾ ഈ ചിക്കൻ കറീൻ്റെ സ്മെല്ല് തന്നെ കേൾക്കുമ്പോൾ ഭയങ്കര രസമുണ്ട്. നമ്മൾ സാധാരണ ഒന്നും നോക്കാതെ ആ ചിക്കൻ കറി എടുത്ത് കഴിച്ച് എണീച്ച് പോയാൽ എങ്ങനെ ഉണ്ടാവും? ഉമ്മ അത്ര ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയൊരു ചിക്കൻ കറി ആയിരിക്കും. പക്ഷേ ആ ചിക്കൻ കറി നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് തന്നെ വരുമ്പോൾ, ഉമ്മ ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാ യച്ചാതി എന്നാൽ സ്മെല്ല് തന്നെ കേൾക്കുമ്പോൾ നമ്മൾ പറയാം. പിന്നെ കഴിച്ചു നോക്കുമ്പോൾ അടിപൊളിയാട്ടോ. അപ്പോൾ ഉമ്മക്ക് കുറച്ചും കൂടി നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എന്താ അറിയോ, ഒരു കാര്യം ഞാൻ പറയുന്നത്, എല്ലാ ഭക്ഷണത്തിനും ഇതുപോലെ സംസാരിക്കണം. ഏത് ഭക്ഷണം വീട്ടിലുണ്ടാക്കിയാലും അടിപൊളി അങ്ങനെ സംസാരിക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഞാൻ അങ്ങനെ സംസാരിക്കലൊന്നുമില്ല. പക്ഷേ നല്ല ഭക്ഷണം കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കിട്ടുകയാണ് വീട്ടിൽ നിന്ന്, അപ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാം. നമുക്ക് കാര്യമായിട്ട് ഫിനാൻഷ്യലായിട്ട് വലിയ പൈസ കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട കാര്യമൊന്നുമല്ലല്ലോ, ഒരു ചെറിയൊരു വാക്ക്. പക്ഷെ അവർക്ക് കൊടുക്കാന്ന, ഇപ്പം നമുക്കൊക്കെ ആണെങ്കിലും ഒരാൾ നമ്മളോട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉള്ളിലൊരു, പുറത്ത് നമ്മൾ സന്തോഷമില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പലരും പറയുകയാണെങ്കിലും, പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു സന്തോഷമില്ലേ, അത് സത്യമല്ലേ? അപ്പോൾ നമ്മളോട് പറയാണ്. അപ്പോൾ ഉമ്മ അങ്ങനെ നമുക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വന്നാണ്. അപ്പോൾ ചിക്കൻ കറി നല്ല അടിപൊളി ചിക്കൻ കറി, ഇനി ഉണ്ടാക്കണം കേട്ടോ, നല്ല ചിക്കൻ കറിയാണ്, അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ഇഷ്ടപ്പെടും നമ്മളോട്. പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മളെ ഫാമിലീസ് ആരെങ്കിലും നല്ല അടിപൊളി ഉമ്മക്ക് നല്ല അല്ലെങ്കിൽ ഏറ്റവും ആരെങ്കിലും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരികയാണെങ്കിലോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ വരുമ്പോൾ നമുക്ക് ഇത് എന്താ പറയുക, ഒരു രസമില്ലാത്ത സാധനം രസമുണ്ടെന്ന് പറയില്ല, അങ്ങനെയല്ല കേട്ടോ പറയുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നു ഇത് അയാൾക്ക് രസമുണ്ട് എന്ന് തോന്നുന്ന കാര്യം മാത്രം, ഇത് അടിപൊളിയായിട്ടുണ്ട്, ഇത് താൻ ഇടുമ്പോൾ നല്ല രസമുണ്ട്, എനിക്ക് ചേരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഫാമിലിത്തോരോട് പറയാം. അപ്പോൾ എന്താ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. അവർക്ക് ആ ഡ്രസ്സ് ഇടുമ്പോഴോ, അവർക്ക് ആ ചിക്കൻ കറി തന്നെ വെക്കുമ്പോൾ, എനിക്ക് ചിക്കൻ കറി വെക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പം നമുക്ക് തന്നെയാണ് അതിൻ്റെ ഉപകാരം. ആ ചിക്കൻ കറി കഴിക്കുമ്പോൾ അടിപൊളിയാണല്ലോ, വീണ്ടും അതുപോലെ നല്ല ചിക്കൻ കറി കിട്ടും. നമ്മൾ ഒരിട്ടൊന്ന് പറഞ്ഞു നോക്കി, ഇത് നല്ല രസമുണ്ട്, പക്ഷെ എന്നും അതാക്കും അങ്ങനെയല്ല കേട്ടോ, പറഞ്ഞു തന്നെ ഉണ്ടാക്കി. പക്ഷെ പല വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരും. അല്ലാതെ നമ്മൾ മോശം, ഞാനൊക്കെ ആദ്യമൊക്കെ എങ്ങനെയൊക്കെ അറിയും, എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും നല്ല മോശം പറയും. പക്ഷെ എനിക്കെന്താ അറിയില്ല, എനിക്ക് ഭക്ഷണത്തിനെ കുറിച്ച് എൻ്റെ ലൈഫിൽ പറയുകയാണെങ്കിൽ, എനിക്ക് എന്നിലിഷ്ടമില്ലാത്ത എന്നിലിഷ്ടമില്ലാത്ത ഏറ്റവും സ്വഭാവം എൻ്റെ ഫുഡ് കഴിക്കണം. എനിക്ക് ഭയങ്കര ഫുഡ് കഴിക്കണം, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അതുപോലെ അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്, നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാലും ഉമ്മൊക്കെ ഉണ്ടാക്കിയാലാണെങ്കിൽ നല്ല ഭക്ഷണം എന്ന് പറയാം. രണ്ടാമത് നമ്മളെ സറൗണ്ടിങ്സിലുള്ള ആളുകളിലൊക്കെ കാണുമ്പോൾ, അവരിപ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അവർ പുതിയൊരു ഹെയർ സ്റ്റൈലൊന്ന് മാറ്റി, നമ്മുടെ ഫ്രണ്ട്സിൽ ഒരാൾ നല്ല ഹെയർ സ്റ്റൈൽ ഇടുമ്പോൾ അവന് ചേരുന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ കൊള്ളാം എന്നുള്ള രീതിയിൽ അവനോടൊന്ന് പോയി പറഞ്ഞു നോക്കി,
നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒരു നല്ല കാണാനിപ്പോൾ അവന് പുതിയതായിട്ട് മുടി കെട്ടി വന്നപ്പോൾ ഹെയർ സ്റ്റൈൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിങ്ങൾക്ക് തന്നെ പേഴ്സണലായിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഒന്ന് പോയി പറയാം, ആടാ എൻ്റെ ഹെയർ സ്റ്റൈൽ കാണാൻ രസമുണ്ട് എന്ന് ഒന്ന് പറയാം. പക്ഷെ അവൻ നമ്മളോടുള്ള അപ്രോച്ച് തന്നെ മാറും. ഇപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറയുന്നത് അവന് തീരെ ഇഷ്ടമില്ല. നമ്മൾ ചില ആളുകൾ ഇഷ്ടമില്ലാതെ വരുമല്ലോ അങ്ങനെ. പക്ഷേ അത് ഞാൻ ചോദിച്ചു എന്താ എനിക്ക് അവന് ഇഷ്ടമില്ലാതൊക്കെ ഉണ്ട് കാര്യം. അത് ഞാനിങ്ങനെ നോക്കി അവൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഓന് എന്നോടുള്ള അപ്രോച്ച് ആ രീതിയിൽ ഭയങ്കര മോശമായിട്ട് പെരുമാറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. ഇത് എന്താ പറയുക, ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ഇതിൽ ഞാൻ സംസാരിക്കണ്ടേ. അതായത് അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ ഓൻ്റെ ഫസ്റ്റൊക്കെ ഞാൻ ഓനിങ്ങനെ എന്താ ഷീപ്പനെ പുല്ല് ഈ ചെങ്ങായി അങ്ങനെ രീതിയിൽ ഇതാക്കി. പിന്നെ ഞാൻ ഓൻ ചെയ്യുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അവനോട് പറയാം, അത് ചെയ്ത് അതെനിക്ക് നല്ല ഇതുണ്ട്, നല്ല ചേരുന്നുണ്ട്. അവൻ്റെ പോസിറ്റീവ് കാണാൻ നോക്കി. അപ്പോൾ അവൻ്റെ പോസിറ്റീവിൽ നല്ല ഇപ്പോൾ ഓൻ ചില ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഓൻ എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഓൻ്റെ ചെയ്യുമ്പോൾ ഓനുള്ള സ്കില്ലൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നിനക്കൊരു സ്കില്ലുണ്ട് അത് ഇതൊക്കെ ഓനോട് ഇങ്ങനെ നമ്മളവരെ പൊക്കിയടിച്ച് അപ്പോൾ പിന്നെ പതിവ് അവന് എന്നോടുള്ള അപ്രോച്ച് തന്നെ ഏറെക്കുറെ മാറി. അതുപോലെ നമ്മൾ ഫ്രണ്ട്സൊക്കെ അങ്ങനെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ അങ്ങനെ. പക്ഷേ ചിലവരൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും അങ്ങനെ പറയാൻ ചിലവർക്ക് മൈൻഡ് പോട്ടെ ഓന് അമ്മക്ക് നമ്മളെ കാര്യം എന്നുള്ള രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോകട്ടോ. അത് ഓരോരുത്തരും. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ആളുകളോട് കുറച്ചും കൂടി നന്നായിട്ട് പെരുമാറി അങ്ങനെ പോകണമെന്ന് ആഗ്രഹം. പക്ഷെ അത് എത്രത്തോളം ട്രൈ ചെയ്യാം, നമ്മളൊക്കെ ട്രൈ ചെയ്ത് നോക്കല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇനി മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ബിസിനസ്സിൽ ഇതൊക്കെ നമ്മൾ എംപ്ലോയീസിനോടോ അല്ലെങ്കിൽ നമ്മളെ കോവർക്കേഴ്സിനോടോ നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ അവരുടെ മുന്നിൽ നമ്മളെങ്ങനെ കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്യണം എന്നാണ് അടുത്ത് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ മുന്നിൽ എങ്ങനെ കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്യണം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇപ്പോൾ ഒരു ഷോപ്പിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ മുതലാളി ഉണ്ടാവും, അവരുടെ ഒരു കസ്റ്റമർ വരികയാണ്. ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്നു, ആ കസ്റ്റമർ വരുമ്പോൾ ഇവനെന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും മണ്ടത്തരമൊക്കെ കാണിക്കും. പക്ഷെ അവരുടെ മുന്നിൽ വെച്ചാണ്ട് പറയും, എന്താ കാട്ടണേ, ഇവനൊരു പൊട്ടനാണ്, എന്താടാ ഈ ചെയ്യണേ, അതവിടെ വെക്കേണ്ടി, അതങ്ങനെ ചെയ്യേണ്ടി അവരുടെ മുന്നിൽ വന്ന് പറയും. പക്ഷേ സത്യം പറയാലോ ഇച്ചുമായ ആ വരുന്നൊക്കെ സത്യം പറയാം. നിങ്ങളൊരു എന്തെങ്കിലും ഷോപ്പോ എന്തെങ്കിലുമൊക്കെ നടത്തുന്ന ആളൊക്കെ ആണെങ്കിൽ കാണണമെങ്കിൽ ഒരിക്കലും അങ്ങനെ പെരുമാറില്ല കേട്ടോ. അത് കാണുന്ന ആളുകൾക്കും കസ്റ്റമറിനും അതൊരു ഇറിറ്റേറ്റിംഗ് ആവും. അതുപോലെ ആ എംപ്ലോയിൻ്റെ അവസ്ഥ ഏറെക്കുറെ അതേപോലെ. പക്ഷെ നിങ്ങൾക്ക് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് പറയുമ്പോൾ ഒരു വിഷമമുണ്ടാവും. ഇതൊക്കെ നമ്മൾ ആ സാഹചര്യത്തിൽ പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ ശ്രമിക്കാം. നമ്മളെല്ലാവരും ഒരിക്കലും പെർഫെക്റ്റ് അല്ലല്ലോ. നമ്മൾ ശ്രമിച്ചു നോക്കുക, പല കാര്യങ്ങളും ഇങ്ങനെ ശ്രമിച്ചു നോക്കുക. ഞാൻ എന്താ പറയുക, ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ 100% ശരിയായിട്ടുള്ള ഒരാളാണ് അങ്ങനെയൊന്നും ഞാൻ പറയണില്ല. അങ്ങനെയൊന്നും പക്ഷേ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു നല്ലൊരു പേഴ്സൺ ആവുക, കുറച്ചും കൂടി നല്ലൊരു മനുഷ്യനാവുന്നു ശ്രമിക്കാം. നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ കുറച്ചും കൂടി നല്ല ആളാവാൻ ശ്രമിക്കാം. ട്രൈ ചെയ്ത് നോക്കുന്നതിനും വലിയ പ്രശ്നമില്ലല്ലോ. അപ്പോൾ കോംപ്ലിമെൻറ്റ് നമ്മൾ ഇവരോട് യൂസ് ചെയ്യണം. അവരിപ്പോൾ ഉദാഹരണത്തിന് അവരിപ്പോൾ ഒരു സാധനമൊക്കെ ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് ഒരു തൂക്കാണ് ഇരച്ചോ, അവൻ വെക്കുമ്പോൾ കറക്റ്റായിട്ട് 1 കിലോന് കസ്റ്റമർ പറയുമ്പോൾ 1 കിലോന് കറക്റ്റായിട്ടാണ് വന്ന് ഇരച്ചോ ഗ്ലാസ്സിൽ. കേട്ടോ എങ്ങനെടാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനൊന്ന് പുകയത്ത്. പിന്നെ അവനിപ്പോൾ നമ്മുടെ എംപ്ലോയീസ് നമ്മുടെ കോവർക്കറൊക്കെ ആണെങ്കിൽ അവർ ചെയ്ത് എന്തെങ്കിലും അസൈൻമെൻറ്റ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രൊജക്റ്റോ എന്തെങ്കിലും നല്ലേക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് ഫീൽ ക്രിയേറ്റീവായിട്ടൊക്കെ തോന്നിയെങ്കിൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. വാടാ നീ ചെയ്തത് അടിപൊളിയായി കേട്ടോ എന്ന് പറയാം. പക്ഷെ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫീൽ ചെയ്യാൻ കഴിയും. അവർക്ക് നമ്മളോടുള്ള അപ്രോച്ച് കുറച്ചും കൂടി നല്ലൊരു അപ്രോച്ചായി മാറാൻ കഴിയും. അവർ നമ്മളോട് ചെയ്യുന്നത് കുറച്ചുകൂടി നമ്മളോട് കാണുന്നത് ഇനി ചെയ്യുന്നത് നമ്മളോടൊരു ഇഷ്ടം തോന്നും അവർക്ക്. പിന്നെ ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിൽ ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോൾ ചിലവരൊക്കെ പറയും നമ്മളിപ്പം മറ്റുള്ളവരത് ആഗ്രഹിക്കണില്ല. ഇപ്പം ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ കാണുന്നുണ്ട്, മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നുണ്ട് എന്ന് നമ്മൾ നോക്കണ്ട അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്നില്ല, അങ്ങനെ പോകുന്നു എന്നൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഒരു സ്റ്റോറി ഇട്ട്
ആ സ്റ്റോറി നിങ്ങൾ ആ സ്റ്റോറി ഇട്ട് നേരെ പോലാണോ? ഒന്ന് ചോദിച്ചു കേട്ടോ. ആ സ്റ്റോറി ഇട്ട് നേരെ പോലാണോ? അല്ല നിങ്ങൾ ആ സ്റ്റോറി നോക്കിയാണ്ട് വീണ്ടും ആരൊക്കെ കണ്ടീണ് എന്ന് നിങ്ങൾ നോക്കാറുണ്ടോ? അപ്പം അങ്ങനെ നോക്കാറുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ എന്ത് ചെയ്യണം, മറ്റുള്ളവർ നിങ്ങൾക്കൊരു അതിലൊരു ലൈക്ക് ഉണ്ടോയെന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആളുകളെ അറ്റൻഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങൾ അതൊന്നും നോക്കാതെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഹൈലി പ്രൊഫഷണൽ, നിങ്ങൾ അത്രയും ബിസി ആയിട്ടുള്ളൊരു മാനാണ്. അപ്പം നമ്മൾ ലൈഫിൽ എന്താ ഈ കോംപ്ലിമെൻ്റ് യൂസ് ചെയ്യാം. കാരണം നിങ്ങളോടക്ക് കുറച്ചും കൂടി മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള അപ്രോച്ച് കുറച്ചുകൂടി മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കഴിയുകയാണെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒരു കോംപ്ലിമെൻ്റ് ചെയ്ത് എന്തെങ്കിലും കോംപ്ലിമെൻ്റ് ചെയ്ത് തന്നൂടെ, വീഡിയോ നല്ലതാണ് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടോക്കെ. അപ്പോൾ ബൈ.